നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ എപ്പോഴും കോൺട്രവേഴ്സിയിൽ അകപ്പെടുന്നവരെയും ചർച്ചകളിൽ ഉൾപ്പെടുന്നവരെയാണ് പ്രധാനമായും വിളിക്കാറ്. ഇവരൊക്കെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വരുന്ന ആൾക്കാരാണ്. നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം, അവർ പറയുന്ന ഉത്തരം എന്താണ്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത്. വരൂ, അതിഥിയെ സ്വാഗതം ചെയ്യും. മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. നമസ്കാരം, വരൂ ഇരിക്കൂ. നീതിപീഠത്തിന്റെ വിചാരണ തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ വിചാരണ നമുക്ക് ആരംഭിക്കാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം 2 വ്യക്തിത്വമുള്ള പേഴ്സണാണ്. ജോർജ് സർ, താങ്കളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളൊരു പ്രീസ്റ്റായിട്ട് ചർച്ച് ഫാദർ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതെ, ഞാൻ അവിടുത്തെ സെമിനാറിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് അവിടെ പറയുന്നതൊന്നും പിന്നെ ചെയ്യുന്നതൊന്നുമാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പുറത്തു വന്നു. പക്ഷേ പ്രവൃത്തിയും വാക്കും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താങ്കൾക്ക് എങ്ങനെ തോന്നി? അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എനിക്കപ്പം അത്ര മനസ്സിലായില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് പിന്നിലായിരുന്നു. അന്ന് എനിക്കൊരു 16-17 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു റിലീജിയനും ഓർഗനൈസ്ഡ് റിലീജിയനും ഒന്നാണെന്ന്. അതെ, കാരണം ജനങ്ങൾക്ക് നമ്മുടെ ഓരോ ഈ ജീവിതത്തിൻ്റെ ശൈലിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജീവിക്കാൻ പാടില്ല, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടേ, പാവപുണ്യം, ഇതൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇത് പറയുന്നവരാരും ഇത് ഫോളോ ചെയ്യുന്നില്ലെന്നുള്ളതാ കാര്യം. 16 വയസ്സിൽ താങ്കൾക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ 74-ാമത്തെ വയസ്സിൽ താങ്കൾ ചെന്നൈയിലേക്ക് പോയി ശങ്കരാചാര്യരെ മീറ്റ് ചെയ്തു. മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ആരേലും അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ എന്തായാലും പോകും. ഞാനിവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സമുദായത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണ്, ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്താൽ അവർ നമ്മളെങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ആരും അതൊന്നും ഇവിടെ ഫോളോ ചെയ്യാതെ ഇരിക്കുന്നത് അറിഞ്ഞപ്പോൾ ഞാനിവിടുന്ന് പോയി അവരെ കാണാനായിട്ട് തീരുമാനിച്ചായിരുന്നു. അത് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ എൻ്റെ മേത്ത് വന്നിട്ടുണ്ട്. കൊലപാതകം മാത്രമാണ് അതിൽ മിസ്സിങ്. അതുകൊണ്ട് എനിക്ക് ഈ കുറ്റാരോപണത്തിൻ്റെ മേത്ത് വലിയ വിശ്വാസമില്ല. ഉദാഹരണത്തിന് ഈയിടെ ഒരു കുറ്റാരോപണം വന്നു. അത് ശരിക്കും ഇന്നും ക്ലിയർ ആയിട്ടില്ലെന്ന്. അതെന്ത് കുറ്റാരോപണമെന്ന് വെച്ചാൽ ഞാൻ പട്ടാളക്കാരുടെയൊക്കെ ചോര കുടിച്ചാണ് ജീവിച്ചു പോകുന്നതെന്നാണ്. ഇപ്പോൾ ചുമത്തുന്ന കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ശങ്കരാചാര്യരെ കണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ ജയലളിതയെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി ശങ്കരാചാര്യരെ കണ്ട് കരുണാനിധിയായിട്ടുള്ള സൗഹൃദം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് എന്നെ കരുണാനിധിയുടെയും കൂട്ടെന്ന് പറയുന്നത് എമർജൻസി തൊട്ടാ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എമർജൻസിയിൽ എനിക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ സൗത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് അദ്ദേഹം വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തന്നിരുന്നു. അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ. ആ സമയത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണണമല്ലോ. അതായത് ഡൈനമൈറ്റും കൊണ്ടുപോയി പോരാടുന്ന കാലമാണത്. ആ ഡൈനമൈറ്റൊക്കെ ചെറുപ്പക്കാര് എങ്ങനെയാ ഉപയോഗിക്കണമെന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലവുമായിരുന്നു അത്. സമയത്ത് എനിക്ക് ഒരു സ്ഥലം വേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു അത് ശരിയാക്കി തന്നത്. ഇപ്പോഴുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ UPA ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. എൻ്റെ മേത്ത് ഇങ്ങനത്തെ കുറ്റാരോപണം വരുന്നതൊന്നും പുത്തരി അല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ? പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് താങ്കൾ പറയണം. അതായത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ചന്ദ്രശേഖർ റാവുവിന്റെ കോണ്ടാക്റ്റിലാണുള്ളത്, പിന്നെ രാംവിലാസ് പാസ്വാന്റെ കോണ്ടാക്റ്റിലാണുള്ളത്, പിന്നെ മുലായം സിംഗ് യാദവിനോടൊപ്പവും ബന്ധമുണ്ട്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇവരോടൊപ്പം കൂട്ടുചേരുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവരെല്ലാവരും ഒരുപാട് കാലമായിട്ട് എൻ്റെ കൂട്ടുകാരാണ്. അവരുടെ കൂടെ എപ്പോഴും ഞാൻ ടച്ചിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് അവർ പേടിക്കുവാണെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ന്യൂസ് പേപ്പറിലും വന്നിരുന്നു. അതായത് താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നവർ അമർ സിംഗ്, അനിൽ അംബാനി
ഇവരുടെയൊക്കെ ഫോൺ ടാപ്പ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സർക്കാരിലുണ്ടായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പോൾ താങ്കൾ അങ്ങനെ എന്തോ ചെയ്യുന്നതുകൊണ്ടാണ് താങ്കളുടെ മേൽ ഗവൺമെന്റിന്റെ ഒരു കണ്ണുള്ളത് തോന്നുന്നു. അല്ല, ഗവൺമെന്റിന് ഒരു പേടി ഉണ്ടായിരുന്നു, ഇവൻ എപ്പോഴാ എങ്ങോട്ടാ എവിടെയാ പോകുന്നതെന്നൊന്നും അറിയാത്ത കാരണമേ. താങ്കൾക്ക് ഗവൺമെന്റ് നൽകിയ സെക്യൂരിറ്റി വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ടാണ് കേട്ടത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നുമില്ല, ഞാൻ ഒരുപാട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ സെക്യൂരിറ്റിക്കൊക്കെ ഒരു എതിരായവൻ തന്നെയാണ്. പക്ഷേ താങ്കളെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെന്റിലുള്ള വ്യക്തികൾ പലതും പറയുന്നുണ്ട്. ജോർജ് ഫെർണാണ്ടസ് സെക്യൂരിറ്റി അവോയ്ഡ് ചെയ്തില്ല, അദ്ദേഹം എപ്പോൾ എവിടെ ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം സെക്യൂരിറ്റി അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സത്യമാണോ? ഇവരെ എല്ലാവരെയും ഒന്ന് ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഇറക്കാനുള്ള പരിപാടിയാണോ താങ്കൾക്ക്? ഒരുപക്ഷെ ഞാൻ ഈ അതേന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമായി പോവോ? അതുപോലെ അല്ലെന്ന് പറഞ്ഞാലും തെറ്റായി പോവല്ലോ. അതുകൊണ്ടാണ് കണ്ടിരിക്കുന്നത് ഞാൻ. പല ജ്യോതിഷക്കാരും പറഞ്ഞിരുന്നു. അതിലൊരു ജ്യോതിഷിയാണ് ബാബ മദാൻ. അതായത് ഡിസംബർ 26 ഈ ഗവൺമെന്റ് താഴെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരുപക്ഷെ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് സംഭവിക്കുന്ന പോലെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും പല സ്ഥലത്തൊക്കെ എത്തിപ്പെടേണ്ടതല്ല ഇന്ന്. എനിക്ക് ഈ ജ്യോത്സ്യം ഇതുപോലത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. ഇപ്പോൾ ബാക്കിയുള്ളവർ താങ്കളെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ താങ്കൾ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുമെന്ന്. അതായത് പിന്നെ ചരിത്രത്തിൽ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനങ്ങളോട് പറയുക, താങ്കൾ ആരെയാണ് കണ്ടത്? ശരത് പവാറിനെ എന്തിനു കണ്ടു? ചന്ദ്രശേഖർ റാവുവിനോട് എന്ത് സംസാരിച്ചു? ഷിബു സോറനോട് എന്താണ് പറഞ്ഞത്? ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ നാടിന് ഒരുപാട് നഷ്ടമായി പോകൂലേ? ഇപ്പോൾ താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളെ ഒരു പ്രധാനമന്ത്രിയാക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഇല്ലല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ മേത്ത് പറയുന്ന കുറ്റാരോപണം. പക്ഷെ എന്നെ ആരും അങ്ങനെ ആക്കത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജനങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്, ആരൊക്കെ എവിടെ കൊണ്ടുപോയി ചേർക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എഫേർട്ട് പൂർണ്ണതയിൽ എത്താൻ വേണ്ടി ഞങ്ങൾ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. ബ്രേക്കിന് ശേഷം എന്ത് സംഭവിക്കുമെന്നെങ്കിലും പറയൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ജോർജ് ഫെർണാണ്ടസിന്റെ മേലുള്ള ജനങ്ങളുടെ ചോദ്യങ്ങളും അതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവും തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോർമൽ ഡിഫൻസ് മിനിസ്റ്ററായ ജോർജ് ഫെർണാണ്ടസിനോടാണ്. ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പകരം വീട്ടുന്ന ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ളതാണ്. ജോർജ് സാർ, റീസെന്റ് UPA ഗവൺമെന്റ് 5 മന്ത്രിമാരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഡിഫൻസ് മിനിസ്റ്റർ പ്രണവ് മുഖർജി, HRD മിനിസ്റ്റർ അർജുൻ സിംഗ്, ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീൽ, പിന്നെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഗുലാം നബി ആസാദ്, പിന്നെ MOS സയൻസ് ആൻഡ് ടെക്നോളജി കപിൽ സിബൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി തീരുമാനിച്ച തീരുമാനം എന്താണെന്ന് വെച്ചാൽ NDA സർക്കാരുള്ള സമയത്ത് നടന്ന അഴിമതിയെല്ലാം തന്നെ അന്വേഷിക്കണം, സ്ട്രിക്റ്റായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ന്യൂസ് പുറത്തു വന്ന ഉടൻ തന്നെ താങ്കൾ മറ്റൊരു രീതിയിൽ ക്യാമ്പയിൻ തുടങ്ങി. സോണിയാഗാന്ധിക്കെതിരായി ഒരു സ്വാഭിമാൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിനുശേഷം സോണിയാഗാന്ധിയെ തുടർന്ന് അറ്റാക്ക് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചു. അതായത് ഈ ലോകം നമ്മളെ എങ്ങനെയാ കാണുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങളും അറിഞ്ഞിരിക്കുക, എനിക്കും അതിൻ്റെ ഒരു കാര്യം അറിയാം. പുറത്തുനിന്ന് വരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തു പോയാലും ശരി, എവിടെ പോയാലും, അതായത് ഞാൻ എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്താ നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ ഈ നാടിൻ്റെ പ്രധാനമന്ത്രി ആക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഈ നാടിൻ്റെ നേതാവായിട്ട് ഏൽക്കാനായിട്ടെന്ന്? ഇങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് താങ്കളുടെ മേൽ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് താങ്കൾ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് ഒരു ഡിഫൻസീവ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അവരന്ന് എൻ്റെ പാർലമെൻറ്റിൽ എൻ്റെ മേത്തൊരു കുറ്റാരോപണം വെച്ചിരുന്നു, ഒരു വലിയ സ്പീച്ചൊക്കെ നടത്തിയായിരുന്നു. അന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞതാണ് ആ ഡിബേറ്റിൽ തന്നെ. എനിക്ക് സംസാരിക്കാനുള്ള ചാൻസ് തന്നില്ല. അവര് ശവപ്പെട്ടി മോഷ്ടാവെന്നാണ് താങ്കളെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നേരിട്ട് ചാലഞ്ച് ചെയ്യുവാണ്, നാളെ വരെ നിങ്ങൾ 24 മണിക്കൂർ സമയം എടുത്തോളൂ,
നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നേക്കൂ. മറ്റൊരു കാര്യവും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അഴിമതി നടത്തിയ ഒരാളാന്ന് പ്രൂവ് ചെയ്യാൻ ഒരാൾ ഇതുവരെ ജനിച്ചിട്ടില്ല. ഇതിന് മേലെ അങ്ങനെ ഒരാൾ ജനിക്കാൻ പോകുന്നില്ല. നല്ല ശക്തമായിട്ട് ഞാൻ സോണിയാഗാന്ധി പറഞ്ഞത്. താങ്കളെ അങ്ങനെ ഒരു മോഷ്ടാവെന്ന് വിളിച്ചപ്പോൾ താങ്കൾ അവർക്കെതിരായിട്ട് കേസ് ഇടുമെന്ന് പറഞ്ഞു. അതായത് പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് ആ സർക്കാരിന് ലെറ്റർ അയച്ചത് ഞാനായിരുന്നു. പെട്ടെന്ന് എൻക്വയറി നടത്താനാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ നിങ്ങളുടെ ഭരണമല്ലേ, അപ്പൊ നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ മേലെ. ഇന്നേ വരെ ഇതിനുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്ക് വന്നിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് അവർക്ക് ഓപ്പൺ ചാലഞ്ച് കൊടുക്കുക. എൻക്വയറി നടത്തണം, എല്ലാത്തിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആദ്യം താങ്കൾ വിദേശത്തു നിന്ന് വന്ന ഒരു വ്യക്തി പ്രധാനമന്ത്രിയാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അവർ അത് അംഗീകരിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു സാക്രിഫൈസ് ആണ് അവർ ചെയ്തത്. പ്രധാനമന്ത്രി ആവാനുള്ള സാക്രിഫൈസ് ഞാൻ സമ്മതിക്കത്തില്ല. നാടിനു വേണ്ടി പട്ടാളക്കാർ കൊടുക്കുന്ന ജീവനില്ലേ, അതാണ് സാക്രിഫൈസ്. മനസ്സിലായോ? ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാനുള്ള സന്ദർഭം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് അവർ വെക്കുകയാണെങ്കിൽ അത് സാക്രിഫൈസ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുന്നതാ. അങ്ങനെയൊന്നും നടന്നില്ല. അതായത് പ്രസിഡന്റ് അവരെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എല്ലാ പാർട്ടിയും അവരെ നേതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. താങ്കൾക്ക് സോണിയാഗാന്ധിയുടെ മേലുള്ള ഒബ്സഷൻ കാരണമാണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ്. എനിക്ക് അബ്സഷൻ ഒന്നുമില്ല. എനിക്ക് അത്രയും ദേഷ്യമാണുള്ളത്. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവർ നുണ പറയാനായിട്ട് അത്രയ്ക്കും കഴിവുള്ള ഒരാളാണ്. അവര് ഇലക്ഷന്റെ സമയത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പഠിത്തത്തിന്റെ വിവരമൊക്കെ ഇതൊക്കെ റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കണം. നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ എഴുതി കൊടുക്കണം. അത് സിംപ്ലി എഴുതി കൊടുക്കുന്നത് മാത്രമല്ലാണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടി വരും. അവരതിൽ എന്താ എഴുതി കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഒരുപാട് നുണ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതെടുത്തിട്ട് ഇത് നുണയാന്ന് പറഞ്ഞപ്പോൾ, അതായത് അവരതിന് പറഞ്ഞ ഉത്തരം അത് ടൈപ്പിംഗ് എററാണ്. അവർ യൂണിവേഴ്സിറ്റി പഠിച്ചതുപോലത്തെ ടൈപ്പിംഗ് എററാന്നാണ് പറയുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ നുണ പറയാൻ പോലും അറിഞ്ഞൂടാ. പക്ഷെ താങ്കൾ മാത്രം എന്താണ് ചെയ്തത്? റിട്ടയർഡായ എല്ലാവരെയും ചേർത്തുകൊണ്ട്, അതായത് ചന്ദ്രശേഖർ, സുബ്രഹ്മണ്യ സ്വാമി, ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരായിട്ട് ഒരു ടീം ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഇതാർക്കും എതിരായതല്ല. നാടിന്റെ അഭിമാനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പരിക്കേറ്റാൽ ഞങ്ങൾ പിന്നെയും പരിക്കേൽക്കാൻ വിടില്ല. താങ്കൾ 6 വർഷം മന്ത്രിയായിരുന്ന സമയത്ത് നാടിന്റെ അഭിമാനത്തെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ കൂട്ട് ഭരണത്തിൽ, അതായത് NDA ഭരണ സമയത്ത് താങ്കൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഒരു വിദേശി പ്രധാനമന്ത്രിയാകാൻ പാടില്ല, അതുപോലെ പ്രസിഡന്റ് ആകാനും പാടില്ലെന്ന്. അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് പാസ്സാക്കി? ഞങ്ങളുടെ സർക്കാർ ചെയ്ത വലിയ തെറ്റാ. അങ്ങനെ ഒരു റൂള് പാസ്സായിരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ നടക്കാത്തതെന്നും അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നും ഇപ്പൊ ഇവിടെ വെച്ച് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. ജനങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. ജോർജ് സർ, കുറെ വർഷങ്ങൾക്ക് മുന്നേ താങ്കള് പാട്ടീൽ സാറിനെ ബോംബെ ഇലക്ഷനിൽ തോൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ജനങ്ങൾക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഒരു ക്രേസ് ഞാൻ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടാക്സി ഡ്രൈവേഴ്സ് ജാഥ നടത്തിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പം നിങ്ങളൊരു ഫയർ ബ്രാൻഡ് ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. പക്ഷെ ഇപ്പം ജനങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു പാർട്ടി പോലും ഇല്ല. നിങ്ങൾക്കൊരു മണ്ഡലത്തിലും സ്വാധീനമില്ല. വ്യക്തമായ ഒരു പദ്ധതിയും കയ്യിലില്ല. ഞാനൊരു പാർട്ടിയുടെ നേതാവാ, പാർലമെന്റിലെ മെമ്പറാ. രാത്രിയും പകലുമായിട്ട് ഞാൻ ജനങ്ങളുടെ ഒപ്പം ഉണ്ട്, ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യുന്നുണ്ട്. പക്ഷെ വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ താങ്കൾ നേതാവായിരിക്കുന്ന പാർട്ടിയിൽ താങ്കളുടെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല. ഇത് പിന്നെ ഇതൊക്കെ പേപ്പറിൽ എഴുതുന്ന കഥകളല്ലേ, പേപ്പറിൽ എഴുതിയ കഥയല്ലേ. ഇത് ഞാൻ സമ്മതിച്ചോളാം. കുടുംബരാഷ്ട്രീയം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്നതൊക്കെ തീർച്ചയായിട്ടും നടക്കും. ഒരാള് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ഏറ്റേ പറ്റുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും ചേർന്നാ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കളോട് എന്ത് ചോദ്യം ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് സോണിയാഗാന്ധി. ഇല്ല, സോണിയാഗാന്ധിയെ കുറിച്ചല്ല. അതായത് നിങ്ങൾ ഇത് ഒരാളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കുടുംബ ഭരണമൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ ഈ നാട് പിന്നെ എവിടെ പോവും? താങ്കൾക്ക് സോണിയാഗാന്ധിയുടെ മേൽ എന്താണ് അത്രയ്ക്ക് ദേഷ്യം? അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയെക്കുറിച്ച് മാത്രം ചോദിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം പോലും അവരുടെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയും പിന്നെയും പക്ഷെ അത് തന്നെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
ശങ്കരാചാര്യരുടെ കാര്യത്തിൽ സോണിയാഗാന്ധിക്കും ആ കേസിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. താങ്കൾ പ്രസ് കോൺഫറൻസ് വെച്ച സമയത്ത് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സോണിയാഗാന്ധിയാണെന്നാണ് ഇല്ല, പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ പക്കലുണ്ട്. ജോർജ് ഫെർണാണ്ടസും ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിയും ചേർന്ന് ശങ്കരാചാര്യരുടെ കേസിൽ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയെ അകപ്പെടുത്താൻ നോക്കി. ഡോക്ടർ സ്വാമി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധിയുടെ പ്രഷർ കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജയലളിത കാഞ്ചി കാമകോടി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചത് ഡൽഹിയിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ്. ഈ പ്രവൃത്തികളുടെ തെളിവായിട്ട് ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞത് ഡോക്ടർ സ്വാമി ഒരു തെളിവുമില്ലാതെ അങ്ങനെയൊന്നും പറയില്ലെന്നാണ്. അതെ, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചാ പറഞ്ഞത്. ഇത് താങ്കൾക്ക് വളരെ ഈസി ആയിട്ട് പോയി അല്ലേ? എനിക്ക് സ്വാമിയെ പല വർഷമായിട്ടറിയാം. എനിക്ക് സ്വാമിയെക്കുറിച്ച് ഒരുപാട് നന്നായിട്ടറിയാം. അവൻ ഒരാളെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ വിടത്തില്ല ഒരിക്കലും. അവൻ ബുൾഡോഗിനെ പോലെയാ, അവൻ വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ചുറ്റും ധാരാളം ബുൾഡോഗ്സിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് ചെയ്തേ പറ്റൂ. ഇപ്പൊ സോണിയാഗാന്ധി മേഡത്തെ പറ്റിയല്ലേ സംസാരിച്ചത്? എന്താന്ന് വെച്ചാ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. അവരിവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ നാടിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അവർക്ക് സ്ഥാനം കൊടുത്തുകൂടെ? അതായത് അവർ ഈ രാജ്യത്ത് വന്നതിന് ശേഷം അവർ നമ്മുടെ രാജ്യത്തെ ഒരു കുടുംബാംഗം പോലെയായിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവകാശമുള്ളതുപോലെ സോണിയാഗാന്ധി മാഡത്തിനും അതിനുള്ള അവകാശമില്ലേ? അവർക്ക് പ്രധാനമന്ത്രിയാകാമല്ലോ. ഇത്രയും വലിയ നാട്ടില് ഒരാൾക്ക് പോലും പ്രധാനമന്ത്രി ആകാനായിട്ടുള്ള കഴിവില്ലെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ ഈ നാടിനെ ആര് റെസ്പെക്ട് ചെയ്യും? അവർക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കുടുംബത്തെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് എന്തുകൊണ്ടൊരു ചാൻസ് കൊടുത്തുകൂടാ? അവര് മുന്നിൽ നിന്ന് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനൊരു ചാൻസ് നമുക്ക് നാടിനെ കൊടുക്കാല്ലേ? ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മേത്ത് നമ്മൾ കാണിക്കുന്ന പാവമല്ല. നാടിനെ ഭരിക്കാനായിട്ട്, നാടിനെ ഭരിക്കാൻ നല്ലൊരു കഴിവ് വേണം അദ്ദേഹത്തിന്. ജോർജ് സാർ, അവർ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ആ കുടുംബത്തിലെ അംഗമാണ്. എന്നാ അവര് വീട്ടിൽ ഇരുന്നോട്ടെ, ഞങ്ങളൊന്നും വീട്ടിൽ നിന്ന് പുറത്തൊന്നും പറഞ്ഞില്ലല്ലോ. ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും നടുവിലിരിക്കുന്നത് ഫോർമർ ഡിഫൻസ് മിനിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ്. ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. ജോർജ് സാർ, താങ്കൾക്ക് ഞാനൊരു പഴയ കാര്യം ഓർമ്മപ്പെടുത്താം. ഡോക്ടർ റാം മനോഹർ ലോഹിയ, അദ്ദേഹം കാരണമാണ് താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. താങ്കളുടെ രാഷ്ട്രീയ ഗുരു അദ്ദേഹമാണ്. 1967 ഫറൂഖാബാദിൽ നടന്ന ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം ജനസംഘത്തിന്റെ സപ്പോർട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ സപ്പോർട്ട് അംഗീകരിക്കുന്നവരുടെ മുഖത്ത് കരി തേക്കുന്നതുപോലായിരിക്കുമെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ഇങ്ങനെ വല്ലതും സംഭവിച്ചു? അതെ. അതിനുശേഷം ഡോക്ടർ ലോഹിയ പറഞ്ഞു, നേരത്തെ തന്നെ കരി തേച്ച് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എതിർക്കുന്നവരുടെ മുഖത്ത് 3 പ്രാവശ്യം കരി തേക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ല. എനിക്ക് തോന്നുന്നത് താങ്കൾ 3 പ്രാവശ്യം BJPയുടെ സപ്പോർട്ടോടുകൂടി 3 പ്രാവശ്യം മിനിസ്റ്ററായി അദ്ദേഹം പറഞ്ഞത് താങ്കൾ നിറവേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ വാക്ക് ഞാൻ പറഞ്ഞുതരാം. ജോർജിന് തീർച്ചയായിട്ടും അത് മനസ്സിലായിരിക്കണം, ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതിയ ലെറ്ററാണെന്ന്. ജോർജ് പറഞ്ഞ കാര്യം, ഈ ഭാഷ അവർ അടിസ്ഥാനമായിട്ട് വെച്ച് മുന്നേറുവാണെങ്കിൽ അവരുടെ മുഖത്ത് അവർ തന്നെ കരി പൂശിയിട്ട് വരുവണെന്ന്. ഈ പോരാട്ടവും തുടരുമെന്നാ പറഞ്ഞു വന്നേ. ഞാൻ ജോർജ് ഫെർണാണ്ടസിൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുഖത്ത് കരി പൂശാൻ നോക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ 2 പ്രാവശ്യം കരി പൂശും. ഇത് തന്നെയാ ഡോക്ടർ സാറ് അന്ന് പറഞ്ഞേ. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞതാണ്. താങ്കൾ എതിർത്ത ആ സമയത്ത് താങ്കൾക്ക് മന്ത്രിയാകാനുള്ള സന്ദർഭം ലഭിച്ചപ്പോൾ 1977 താങ്കൾ മന്ത്രിയായി ജനസംഘത്തിന്റെ സപ്പോർട്ടോടുകൂടി. അങ്ങനെയല്ല. 89 താങ്കൾ മന്ത്രിയായപ്പോഴും താങ്കൾക്ക് BJPയുടെ മുഴുവനും നുണയാ. ഇപ്പൊ NDA ഗവൺമെന്റ് BJPയുടെ സപ്പോർട്ടോടുകൂടിയാണ്. NDAയുടെ ഗവൺമെന്റ് NDAയുടേതാണ്. അതൊരിക്കലും BJPയുടെ ഗവൺമെന്റ് ആവില്ല. അത് NDAയുടെ ഗവൺമെന്റ് ആണ്.
ഈ സർക്കാരിൽ BJPയുടെ അജണ്ട ഇല്ലല്ലോ. ഇതിൽ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരുമിച്ച് കോമൺ ആയിട്ട് എടുത്ത തീരുമാനമേ ഉള്ളൂ. അതല്ലാതെ രാഷ്ട്രീയ കളിയെന്ന് പൊതുവെ പറയാറുള്ളത്. അതായത് ജീവിതകാലം മുഴുവനും താങ്കൾ BJPയുടെ ഐഡിയോളജി എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിനുശേഷം താങ്കൾ അവരോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് എല്ലാരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടല്ലേ സർക്കാർ ഉണ്ടായത്. അതല്ലേ സത്യവും. ഇത് സത്യമാണോ? വാജ്പേയിയുടെ സർക്കാരിന്റെ സമയത്ത് താങ്കൾ സർക്കാരിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ ജയലളിതയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തമിഴ്നാട്ടിലേക്ക് അവരോട് സംസാരിക്കാൻ താങ്കൾ പോകുമായിരുന്നു. ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മമതാ ബാനർജിയോട് സംസാരിക്കാനും താങ്കളാണ് പോകുന്നത്. അതെ. ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് തീർക്കാൻ വേണ്ടി ഫെർണാണ്ടസ് ആണ് പോകാറുള്ളത്. അതെ, അത് സത്യമാണ്. അതായത് ജനങ്ങൾ വിചാരിച്ച അദ്ദേഹം പിന്നെ ഒരു ഗ്രൂപ്പിലുള്ള ആളല്ലെന്ന്. ഇയാള് ഏതാണോ സത്യം ആ സത്യം മാത്രമേ അയാള് സംസാരിക്കുള്ളെന്ന് അങ്ങനെ വിചാരിക്കുമ്പോൾ അത് നല്ല കാര്യമല്ലേ? പക്ഷേ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി തന്റെ പവർ ഉപയോഗിച്ച് NDA രണ്ടാക്കാൻ ശ്രമിച്ചു. കരുണാനിധി NDAയിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കാൻ താങ്കൾ ശ്രമിച്ചു. പ്രകാശ് ചോട്ടാലെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ താങ്കൾ താങ്ക്സ് പറഞ്ഞയച്ചു. ഇല്ല, ഞാനൊന്നും അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല. ഇല്ല, അത് ചെയ്തത് വേറൊരാളാ. താങ്കൾ തടഞ്ഞു നിർത്തിയോ? ഞാൻ തടയാനൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നോക്കി. പക്ഷെ എനിക്ക് തടയാൻ പറ്റില്ല. താങ്കൾ കരുണാനിധി NDAയിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചു? അതെ, തീർച്ചയായിട്ടും. ഓം പ്രകാശ് ചൌട്ടാല NDAയിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു? രാംവിലാസ് പാസ്വാൻ NDAയിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു? പോകാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ലെന്ന് കരുതി. പവർ ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെ കൺവീനർ ആകാൻ സാധിക്കും? കൺവീനിയറിന് എന്ത് പവർ ഉണ്ടാവാനാണ്? കൺവീനിയർ എന്ന് വെച്ചാൽ കൺവീനിയർ തന്നെയാ മീറ്റിംഗ് ഓർഗനൈസ് കുറച്ചു മുൻപാണ് താങ്കൾ പറഞ്ഞത് ഇത് NDAയുടെ സർക്കാരാണ്, അതെ, ഇത് BJPയുടെ സർക്കാർ അല്ലെന്ന്. അത് ശരിയാണ്. പക്ഷേ ഇതിൽ NDAയുടെ കൺവീനർ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം BJP പറഞ്ഞാൽ കേൾക്കൂ? കൺവീനിയറിന് വളരെ എളുപ്പമുള്ള ജോലിയാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നതോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് നോക്കുന്നതോ, ഇത് മാത്രമോ കൺവീനിയറിന്റെ പണി. അപ്പൊ ഇത് ആരെടുത്ത തീരുമാനമാണ്? തീരുമാനങ്ങളൊക്കെ ഒരു ചില ഗ്രൂപ്പ്സ് മൂലം എടുത്തിട്ടുണ്ട്. അതിപ്പോ എന്നെ കൊണ്ട് പറയാനും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? അതായത് അങ്ങനൊരു തീരുമാനം കൺവീനർ എടുത്തില്ലെങ്കിൽ വേറെ ആരായിരിക്കും ആ തീരുമാനം എടുത്തത്? അതായത് നിങ്ങൾ നോക്കിയാൽ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും പുറത്തു പോകാനായിട്ടുള്ളൊരവസ്ഥ വരുമ്പോൾ അത് തീരുമാനങ്ങൾ എടുക്കണമല്ലോ. പിന്നെ താങ്കൾ ആ തേർഡ് റോയിൽ ഇരിക്കുന്ന താങ്കൾ സംസാരിക്കും. ജോർജ് സാർ, അതായത് എന്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കൾ ബീഹാറിൽ രാംവിലാസ് പാസ്വാന്റെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ശക്തമായ ഗ്രൂപ്പുകൾ, അതായത് മാഫിയ എന്നൊക്കെ പറയാൻ പറ്റുന്ന, അതായത് പരസ്പരം മത്സരിക്കാൻ തക്ക ശേഷിയുള്ള MLA-മാരും MP-മാരും ഒക്കെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ചേർന്ന് ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ശരിക്കും ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റുമോ? അതൊരു നല്ല ഗവൺമെന്റ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് പിന്നെ അവരുടെ കൂടെ ആരൊക്കെയാ ഉള്ളതെന്നുള്ളൊരു വിവരമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ജോർജ് സാർ, ഇവിടെ താങ്കൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും വലിയ കുറ്റം ചെയ്തവരാണ്. അതിൽ ചിലർ ജയിലിലാണുള്ളത്. അവരുടെ മേൽ കിഡ്നാപ്പിംഗ് കേസാണ് ഇട്ടിരിക്കുന്നത്. MLA മുന്ന ശുക്ല, രാജൻ തിവാരി, അദ്ദേഹം MLA ആണ്. സൂരജ് ബാൻ, ഇതുപോലത്തെ വ്യക്തികളോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് രാംവിലാസ് പാസ്വാന്റെ അടുത്ത് സംസാരിക്കണം. ആ കാര്യത്തെക്കുറിച്ച് അയാളുടെ അടുത്ത് ഞാൻ സംസാരിക്കാം. ഇപ്പൊ ലാലു പ്രസാദ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രാംവിലാസ് പാസ്വാൻ ബീഹാർ രാഷ്ട്രീയത്തിലുള്ള എല്ലാ കുറ്റവാളികളെയും തന്നോടൊപ്പം ചേർത്ത് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഭരണരീതി മാറാണ്ട് അവിടെ യാതൊരുവിധ മാറ്റവും ഇല്ല. പക്ഷെ ഒരു സർക്കാരിനെ മാറ്റാൻ വേണ്ടി കുറ്റവാളികളോടൊപ്പം ചേരുന്നത് ശരിയാണ്? ഇല്ല, ഇപ്പം ഇവിടെ നമ്മൾ സംസാരിച്ച കാര്യം എനിക്ക് വളരെ പുതുമയായിട്ടാണ് തോന്നി. ഞാനതൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആ കാര്യം അറിയില്ലായിരുന്നോ? ഇല്ല, ഇങ്ങനത്തെ കാര്യമൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കത് അറിയത്തുമില്ല. ജോർജ് സാർ, ഈ പേരൊക്കെ തുടർന്ന് ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവ് ഈ പേര് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാലു യാദവ് എഴുതുന്ന ഒന്നും തന്നെ പഠിക്കത്തില്ല. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോർമൽ ഡിഫൻസ് മിനിസ്റ്ററായ ജോർജ് ഫെർണാണ്ടസിനോടാണ്. ഒരു ബ്രേക്കിന് ശേഷം ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഫോർമർ ഡിഫൻസ് മിനിസ്റ്ററായ ജോർജ് ഫെർണാണ്ടസ് ആണ്. ആപ്കി അദാലത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്.
ജോർജ് സാർ, ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ പദവി ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്തു വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോംപ്രമൈസ് ആകുമെന്നാണ്. 30 വർഷമായി താങ്കൾ ന്യൂക്ലിയർ പോളിസിയെ എതിർത്ത വ്യക്തിയാണ്. നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ താങ്കൾ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് ന്യൂക്ലിയർ ബോംബ് എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. എപ്പോഴും ഞാനത് എതിർക്കും. ഇപ്പം ഞാൻ ഭരണത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എതിർത്ത് നിൽക്കും. പക്ഷെ ഞാൻ എന്തു വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോംപ്രമൈസ് ഇല്ല, ആകുമല്ലോ. സർക്കാർ എന്ന് പറയുമ്പോൾ അത് വെറും ഒരാളല്ല, അതൊരു സമൂഹമല്ലേ. നമ്മൾ ആ സർക്കാരിൽ ഉള്ള സമയത്ത് നമ്മളെ നാട്ടിൽ ആ നാടിൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കണം തീരുമാനമൊക്കെ എടുക്കേണ്ടത്. ഞാൻ ആ ബോംബിനെതിരെയൊക്കെ ഒരു ശത്രുവായിരുന്നവനാ. അത് തടയാനായിട്ട് ഞാൻ എത്രയോ പോരാടിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ചെയ്ത സമയത്ത് താങ്കൾ അതിനെതിരായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ ശക്തമായി അടൽ എതിർത്തതായിരുന്നു. ബിഹാരി വാജ്പേയി ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്ത്. അല്ല, ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിച്ചു. എനിക്ക് എല്ലാം മനസ്സിലായി. അപ്പം ഞാൻ അവിടെ ഇതൊക്കെ ചെയ്യുന്നവരുടെ കൂടെ തുണയായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അവിടെ ഒരു സംഭവം സംഭവിച്ചത്. അത് എന്താന്ന് വെച്ചാൽ, അതായത് CTBTയുടെ കാര്യത്തിൽ അമേരിക്ക നമ്മുടെ മീതെ പ്രഷർ തന്നായിരുന്നു. അമേരിക്കയിലുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്തായിരിക്കും ബോംബ് ഉണ്ടാവേണ്ടത്, വേറെ ആരുടെയും കയ്യിൽ അത് പോകാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് അമേരിക്ക അവരുടെ കയ്യിൽ സൂപ്പർ പവറൊക്കെ ഉണ്ടെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പാർലമെൻറ്റിൽ ഈ കാര്യമാണെങ്കിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാടധികം കഷ്ടമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട്. അതായത് നമ്മൾ എല്ലാ കാര്യവും സത്യത്തിൽ പറയാനായിട്ട് തയ്യാറായിട്ടിരിക്കണം എപ്പോഴും. അതിൻ്റെ ഒപ്പം എൻ്റെ റൂൾസൊക്കെ ഞാൻ ഒരു ഭാഗത്തോട്ട് മാറ്റി അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്ന് പറയുന്നത് അതായത് ഒരു വിധമായ പ്രഷർ നമുക്ക് തരുന്നുണ്ടത് കിട്ടാൻ പാടില്ലെന്നും കരുതി. പക്ഷെ താങ്കളുടെ സർക്കാരിൽ തുടർന്ന് കുറ്റങ്ങൾ ആരോപിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഡിഫൻസ് മിനിസ്ട്രിയിൽ അമേരിക്ക പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. ഞാൻ നാടിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് അതുപോലത്തെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. ജോർജ് സാർ, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോയ സമയത്ത് പരിശോധന എന്ന പേരിൽ തന്റെ വസ്ത്രങ്ങൾ അഴിക്കാൻ പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു അപമാനം രാജ്യത്തിന് വേറെ എന്താ ഉള്ളത്? അതുപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കയിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയാ ചെയ്തത്. അവര് റഷ്യക്ക് അങ്ങനെ മാനാഭിമാനം ഇല്ലെങ്കിൽ നമുക്കങ്ങനെ വേണ്ടെന്നാണ്. നമുക്കങ്ങനെ ഇല്ല. ഇതിൽ യാതൊരു വിധമായ മര്യാദയും പോയിട്ടില്ല. അതായത് ഈ പത്രക്കാരൊക്കെ ഉണ്ടല്ലോ, പകുതി കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയും പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് സത്യമല്ലേ? ഇല്ല, ഞാൻ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെ വിളിച്ചോണ്ട് പോകാനായിട്ട് എൻ്റെ ഒപ്പം കുറച്ച് അംബാസിഡർസൊക്കെ ഉണ്ടായിരുന്നു. ആ അംബാസിഡർ ഒഴിച്ച് അവിടെ ഒരു 2 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളങ്ങോട്ട് പോയില്ല. പോവാണ്ട് ഞങ്ങൾ പുറത്താണ് വന്നുകൊണ്ടിരുന്നത്. പുറത്ത് വരുന്ന സമയത്ത് അവിടെ 2 പേര്, 2 പോലീസുകാർ നിങ്ങളിവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞതപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. നമ്മുടെ അംബാസിഡർ ആണെങ്കിൽ ഒച്ച എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇദ്ദേഹം ഞങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്ററാന്ന്. പക്ഷെ അവരതൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. അവർക്ക് പറയേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കോട്ട് ഊരാൻ, അതായത് ഈ കോട്ട് ഊരി മാറ്റി. അതിനുശേഷം അവരെൻ്റെ ഷൂ ഒന്ന് അഴിച്ച് മാറ്റാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷൂ അഴിച്ചു. എൻ്റെ ഷൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാല് പൊക്കിയാൽ മതി, അത് അഴിഞ്ഞോളും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ കാല് പൊക്കിയപ്പോൾ ഷൂ പോയി. എന്നിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. ഞാൻ അകത്ത് പോകുമ്പോൾ അവരെന്നെ പിടിച്ചൊന്നും നിർത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ അപ്പോൾ കൊടുത്തേനെ. അവരൊരു സൂപ്പർ പവർ ആയതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണോ? സൂപ്പർ പവർ ഒന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ നാടുകൾക്കിടയിലും നമ്മുടെ ബന്ധങ്ങൾക്കിടയിലും ഒരു ചില അടുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഒരാൾക്ക് സംഭവിച്ചെന്നും പറഞ്ഞ് പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള ബന്ധം അങ്ങനെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അത് നമ്മളെല്ലാം മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇതിനെക്കുറിച്ച് താങ്കൾ എങ്ങും പരാതി പോലും പറഞ്ഞില്ല. പരാതി പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അതായത് അംബാസിഡർ എൻ്റെ ഒപ്പം തന്നെ ഇരുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു. അതിനുശേഷം ഞാൻ ആരുടെ പോയ പരാതി സ്റ്റുവർട്ട് ആൽബർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇങ്ങനൊരു നാണക്കേട് സംഭവിച്ച കാര്യം ഞങ്ങൾ അറിയില്ലായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എന്നേലും ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും, പറയാണ്ടിരിക്കുന്ന ആളല്ല. അമേരിക്കയിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് താങ്കൾക്ക് ദേഷ്യം വന്നില്ലേ?
ദേഷ്യം ഉറപ്പായിട്ട് എനിക്ക് വരും, ഞാനും മനുഷ്യനല്ലേ. പക്ഷെ ഒരുപാട് സമയം ഉണ്ടാവില്ല, അത് പെട്ടെന്ന് പൊക്കോളും. താങ്കളോട് അമേരിക്കൻ ഗവൺമെന്റ് ക്ഷമ ചോദിക്കണമെന്നുള്ള ഒരു തോന്നലെങ്കിലും താങ്കൾക്ക് വന്നില്ലേ? അതായത് അമേരിക്കയിലുള്ള ആരാണത്, അർമി തേജ്, അദ്ദേഹം ഓൾറെഡി സോറി പറഞ്ഞു. സാധാരണ രീതിക്കല്ല പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞത്. ജനങ്ങൾ പലരും പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ചോദിക്കൂ. നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഒരു വലിയ പ്രോബ്ലമാണ് കറപ്ഷൻ. താങ്കളൊരു പ്രധാനപ്പെട്ട നേതാവായിക്കൊണ്ട് ഒരുപാട് കാലം പവറിലിരുന്നപ്പോൾ ഈ കറപ്ഷൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എക്സാക്ട്ലി എന്താണ് ചെയ്തത്? വളരെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഈ ഒരു അസുഖം ഒരുപാട് സ്പ്രെഡായെന്നാ പറയേണ്ടത്. ഈ അസുഖത്തിൽ നിന്ന് നമ്മുടെ നാട്ടിന് നമ്മൾ എങ്ങനെയാ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ മേലാത്തത്. താങ്കളുടെ പേരിലും പല അഴിമതി ആരോപണങ്ങളും ഉണ്ട്. എൻ്റെ മേത് എന്ത് അഴിമതി കേസാ ഉള്ളതെന്ന് പറയണം സാർ. അങ്ങനെ എന്ത് അഴിമതിയാ ഉള്ളതെന്നൊന്ന് കൊണ്ടുവന്നൊന്ന് ഡിസ്പ്ലേ ചെയ്യണം ഇവിടെ എന്ന് പറയണം. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറ്റങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ലാലു യാദവ് പറഞ്ഞിരിക്കുന്നത് ഈ ഡൽഹി അഴിമതിയിൽ ഏതോ ഒരു സ്ഥലത്ത് താങ്കളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില ഫോട്ടോസും അദ്ദേഹം കാണിച്ചു. ഡൽഹിക്ക് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ താങ്കളും ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഫോട്ടോ ഒരു എവിഡൻസ് ആവണമെന്ന് വിചാരിച്ചാൽ ഞാനിത് ലാലുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അതായത് ഞാനും ലാലുവും ചേർന്നെടുത്ത ഫോട്ടോസ് ഒരുപാടുണ്ട്. ഫോട്ടോ ഒരു കാരണമായിട്ടും കാര്യമായിട്ടും എടുത്ത് ഡൽഹി എൻ്റെ കണക്കിലെടുത്തിട്ടാ. അപ്പം അയാൾ ചെയ്ത പാവമല്ല എൻ്റെ നെഞ്ചത്തോട്ടല്ലേ വന്ന് കയറത്തുള്ളൂ. ജോർജ് ഫെർണാണ്ടസിനെതിരായി ആരോപിച്ച കുറ്റങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഇന്ന് നടന്ന വിചാരണയിൽ ഇന്നത്തെ ജഡ്ജിയായ സീനിയർ പത്രപ്രവർത്തകൻ ഇന്ദ്രജിത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ജോർജ് ഫെർണാണ്ടസിനെതിരെ കടുത്ത കുറ്റാരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടു. അദ്ദേഹം അത് എല്ലാത്തിനുമുള്ള മറുപടികൾ വളരെ ധൈര്യത്തോടെ സത്യസന്ധതയോടെ പറഞ്ഞു. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വളരെ വീക്കായിരുന്നു. അദ്ദേഹം രാജ്യത്തിന്റെ സ്വാഭിമാനത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അതേസമയം സത്യസന്ധമായി അംഗീകരിക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആരും പ്രധാനമന്ത്രി ആകരുതെന്നുള്ള നിയമം വരണമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ അത് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മുഴുവൻ കഥയും അദ്ദേഹം പറഞ്ഞില്ല. എന്നെങ്കിലും ഒരു നാൾ അദ്ദേഹം ആ മുഴുവൻ കഥയും നമ്മളോട് പറയുമെന്ന് വിശ്വസിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായി തീർന്ന ഒരു കാര്യം നടന്നപ്പോൾ അദ്ദേഹം ആ സമയത്ത് അമേരിക്ക പോയിരുന്നപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അംബാസിഡർ ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു. അത് അംബാസിഡറിന്റെ വീക്ക്നെസ് ആയിരുന്നു. പിന്നെ രാജ്യത്തിന് അത് അപമാനകരമായി മാറി. അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റും നടന്നില്ല. ഇതും ഒരു വീക്ക്നെസ് ആണ്. ഒപ്പം ഇതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ നേരെ ഉന്നയിക്കപ്പെട്ട വലിയ കുറ്റാരോപണങ്ങൾ, അതായത് പെനന്തിനി കള്ളന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ധൈര്യത്തോടെ ഒരു ഓപ്പൺ ചാലഞ്ച് നടത്തിയിട്ടുണ്ട്. അതും എങ്ങനെയുള്ളൊരു സമയത്താണ് ചാലഞ്ച് നടത്തിയതെന്ന് വെച്ചാൽ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഇവരാണ് ഈ ഗവൺമെന്റ് നയിക്കുന്നത്. അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കൂ എന്ന്. മൊത്തത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ ആരോപിച്ച കുറ്റങ്ങൾക്കെല്ലാം തന്നെ ജോർജ് ഫെർണാണ്ടസ് എന്തുത്തരമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ജോർജ് ഫെർണാണ്ടസിന്റെ വാക്കുകൾ ബീഹാറിലെ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനിൽ തീരുമാനമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും പുതിയൊരു അതിഥിയോടൊപ്പം പുതിയൊരു വിചാരണയോടുകൂടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.